എല്ലാവർക്കും വിൽവേസ് ടിവി സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും അപകടകരമായ അണക്കെട്ടിൽ മുല്ലപ്പെരിയാറും വെളിപ്പെടുത്തലുമായി ന്യൂയോർക്ക് ടൈംസ് ലേഖനം. ലിബിയയിലെ അണക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ റിവേഴ്സിന്റെ ഡയറക്ടർമാരായ ജോഷ് ക്ലെമ്മും ഇസബെല്ല വിങ്ക്ലറും ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലോകത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടാണെന്ന് നദികളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും നദീതട സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടന ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് മുല്ലപ്പെരിയാറിന്റെ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ലേഖനത്തിൽ പേരെടുത്ത് പറഞ്ഞ് അപകടസാധ്യത സൂചിപ്പിച്ചിട്ടുള്ള ഏക അണക്കെട്ടും മുല്ലപ്പെരിയാറിന്റേതാണ്. ലിബിയയിലെ അണക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ റിവേഴ്സിന്റെ ഡയറക്ടർമാരായ ജോഷ് ക്ലെമ്മും ഇസബെല്ല വിങ്ക്ലറും ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലിബിയയിൽ സംഭവിച്ചതിന് സമാനമായ ദുരന്തങ്ങൾ ലോകമെമ്പാടും സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ്. ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. 20 നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച കാലഹരണപ്പെട്ട 28,000 വലിയ അണക്കെട്ടുകൾ ഇന്ത്യയിലും ചൈനയിലുമാണ് എന്നതാണ് അതിന് കാരണം. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ തകർന്നാൽ 35 ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകടസാധ്യതകൾ കൂടുതൽ ആശങ്ക ഉയർത്തുന്നവയാണ്. നിർമ്മാണ സമയത്ത് സങ്കൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം സാഹചര്യങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഡാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അണക്കെട്ടുകളെ ദുർബലമാക്കുന്നുണ്ട്. അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് നൂറ്റാണ്ടിലൊരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന വെള്ളപ്പൊക്കം, പ്രളയം, വരൾച്ച തുടങ്ങിയുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ ക്രമാനുഗതമായ വർധനവോടെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവയ്ക്ക് മുന്നിൽ അണക്കെട്ടുകൾ തകരുകയോ അല്ലെങ്കിൽ അവയുടെ സമഗ്രത ഗണ്യമായി ദുർബലമാകുകയോ ചെയ്യുന്നുവെന്നത് വലിയ അപകടസാധ്യത ഉണ്ടാക്കുന്നു എന്ന് ഇരുവരും നിരീക്ഷിക്കുന്നു.